തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അതിവേഗം പച്ചക്കൊടി കാട്ടിയിട്ടും മോഹൻലാൽ തരുൺമൂർത്തി ചിത്രമായ അതിമനോഹരത്തിന് ശബരിമല സന്നിധാനത്ത് ഷൂട്ടിംഗ് അനുമതി നിഷേധിച്ചു. മോഹൻലാലിന്റെ അടുത്ത ആത്മസുഹൃത്തും നിർമ്മാണ പങ്കാളിയുമായ ഷിബു ബേബി ജോൺ വനംവകുപ്പ് മന്ത്രിയായിരുന്നിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർശന നിലപാടെടുത്തതോടെ ചിത്രത്തിന്റെ നിർണായക ഷെഡ്യൂൾ അനിശ്ചിതത്വത്തിലായി. ദേവസ്വം ബോർഡിന്റെ അനുമതി പത്രവുമായി സന്നിധാനത്തേക്ക് ക്യാമറയുമായി നീങ്ങിയ അണിയറ പ്രവർത്തകർക്ക് മുന്നിൽ വനസംരക്ഷണ നിയമങ്ങളുടെയും ഹൈക്കോടതി ഉത്തരവുകളുടെയും കടുപ്പമേറിയ മതിലുകളാണ് വനംവകുപ്പ് തീർത്തത്. പമ്പ വരെയുള്ള ഭാഗങ്ങളിൽ റാന്നി ഡിവിഷൻ ചിത്രീകരണത്തിന് അനുമതി നൽകിയെങ്കിലും സന്നിധാനത്ത് പ്രവേശിക്കാനോ ക്യാമറ ചലിപ്പിക്കാനോ അനുവദിക്കില്ല എന്നാണ് വനംവകുപ്പിന്റെ ഉറച്ച നിലപാട്. ശബരിമല ക്ഷേത്രവും സന്നിധാനവും ഉൾപ്പെടുന്ന പ്രദേശം പെരിയാർ കടുവ സങ്കേതത്തിന്റെ അതീവ സംരക്ഷിത കോർ ഏരിയയിൽ പെടുന്നതാണെന്നും ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണമുള്ള മേഖലയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വനം വകുപ്പിന്റെയും വന്യജീവി സംരക്ഷണ നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ ദേവസ്വം ബോർഡിന് മാത്രമായി തീരുമാനമെടുക്കാനാകില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. മോഹൻലാലിന്റെ വ്യക്തിപരമായ സൗഹൃദ ബന്ധങ്ങൾ പോലും വനം വകുപ്പിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. മലൈക്കോട്ടെ വാലിബൻ ഉൾപ്പെടെയുള്ള സിനിമകളുടെ നിർമ്മാണത്തിൽ പങ്കാളിയായ ഷിബു ബേബി ജോൺ വനംവകുപ്പിന്റെ അമരത്തിരിക്കുമ്പോഴും ഉദ്യോഗസ്ഥ തലത്തിലെ നിയമപരമായ തടസ്സങ്ങൾ കാരണം താരത്തിന് ഇളവ് നൽകാനായില്ല. സൗഹൃദവും രാഷ്ട്രീയ ബന്ധങ്ങളും മാറ്റിവെച്ച് ഉദ്യോഗസ്ഥർ നിയമത്തിന്റെ വഴിയിലാണ് മുന്നോട്ടു പോകുന്നത്. നേരത്തെ ചിത്രത്തിന്റെ കഥയും പശ്ചാത്തലവും പരിശോധിച്ച് ആചാര ലംഘനങ്ങൾ ഉണ്ടാകില്ലെന്ന ഉറപ്പിൽ കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിവേഗം ഉപാധികളുടെ അനുമതിപത്രം നൽകി. എന്നാൽ അനുരാജ് മനോഹരൻ ഉൾപ്പെടെയുള്ള മറ്റ് യുവ സംവിധായകർക്ക് സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നിഷേധിച്ച ബോർഡ് മോഹൻലാലിന് മാത്രം VIP പരിഗണന നൽകിയെന്ന വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് വനം വകുപ്പിന്റെ നിയമപരമായ വെട്ടുകിളി നീക്കം. തൊടുപുഴയിലെ ചിത്രീകരണത്തിന് ശേഷം അതിമനോഹരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം ഷെഡ്യൂളാണ് സന്നിധാനത്ത് പദ്ധതിയിട്ടിരിക്കുന്നത്. ചിത്രത്തിൽ ലൗലജൻ എന്ന സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരായി വേഷമിടുന്ന മോഹൻലാലിന്റെ സന്നിധാനത്തെ പെട്രോളിംഗ് ക്ലൈമാക്സിനോടടുത്ത രംഗങ്ങളുമായിരുന്നു അവിടെ ക്യാമറയിലാക്കാനിരുന്നത്. ഭക്തർക്കൊപ്പം പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന മോഹൻലാലിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. എന്നാൽ വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ സന്നിധാനത്ത് ഷൂട്ടിംഗ് നടത്തുന്നത് വലിയ നിയമക്കുരുക്കിന് വഴിവെക്കും എന്നതിനാൽ അണിയറ പ്രവർത്തകർ താൽക്കാലികമായി ചിത്രീകരണ പദ്ധതി മാറ്റിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. 1986 നമ്പിനോർ കെടുത്തവതില്ലേ എന്ന തമിഴ് ചിത്രത്തിന്റെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് 18-ാം പടിയിൽ നടിമാർ നൃത്തം ചെയ്തത് വലിയ കേസിനും ദേവസ്വം ഭാരവാഹികൾക്ക് കോടതി ശിക്ഷ നൽകുന്നതിനുമൊക്കെ വഴിവെച്ച ചരിത്രമുണ്ട്. ഇത്തരം നിയമപരമായ മുൻകാല ഉത്തരവുകൾ ഉള്ളതിനാൽ ഹൈക്കോടതിയുടെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ സന്നിധാനത്ത് സിനിമാ ചിത്രീകരണം സാധ്യമല്ലെന്നാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രം തുടരും എന്ന വൻ വിജയത്തിന് ശേഷം തരുൺമൂർത്തിയും മോഹൻലാലും ഒന്നിക്കുന്ന സ്വപ്ന പദ്ധതിയാണ്. മീര ജാസ്മിൻ നായികയാകുന്ന ചിത്രം ഡിസംബറിൽ തിയേറ്ററിൽ എത്തിക്കാനായിരുന്നു നിർമ്മാതാക്കളുടെ നീക്കം.